Welcome to semester 5 BSC Main Physics, paper 4 Atomic and Molecular Physics, the unit 2 Atomic Spectra we are discussing. And today this class is number 15, and here the topic of discussion is fine structure of spectral lines. And along with we discuss hyperfine structure, fine structure of spectral lines and hyperfine structure, and this is from paper 4 Atomic and Molecular Physics. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ സോഡിയം ഡി ലൈൻസിൻ്റെ ഫൈൻ സ്ട്രക്ചർ കാണിക്കുകയാണ്. സോഡിയം ഡി ലൈൻസ്, ഈ സോഡിയം ഡി ലൈൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. സോഡിയം ഡി ലൈൻ, D1 ലൈൻ, D2 ലൈൻ എന്ന് പറയും. D1 ലൈനിൻ്റെ വേവ് ലെങ്ത് 50 to 96 ആങ്സ്ട്രമാണ്. D2 ലൈനിൻ്റെ വേവ് ലെങ്ത് 50 to 90 ആങ്സ്ട്രമാണ്. അപ്പോൾ രണ്ട് ലൈനുണ്ട് സോഡിയം ഡി ലൈനായിട്ട്. യെല്ലോ റീജിയനിൽ സോഡിയം എമിറ്റ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ലൈൻസാണ് D1 and D2 ലൈൻസ്. അപ്പോൾ D1 and D2 ലൈൻസിൻ്റെയും ട്രാൻസിഷൻ കാണിച്ചിരിക്കുന്നത് ഈ പടത്തിലാണ്. അതായത് മുകളിലത്തെ ലെവല് നമ്മൾ 2p 3/2, 2p 1/2 എന്ന് പറയും. താഴത്തെ ലെവലിനെ 2s 1/2 എന്ന് പറയും. ഇത് സ്പെക്ട്രോസ്കോപ്പിക് നൊട്ടേഷനാണ്. 2 എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റിയാണ്. 3/2 1/2 എല്ലാം J ആണ്. അപ്പോൾ ഈ സ്പെക്ട്രോസ്കോപ്പിക് നൊട്ടേഷൻ ലെവലിൻ്റെ ആണ് കാണിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഈ 2p സ്റ്റേറ്റിൽ നിന്ന് 2s സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷനാണ് നമുക്ക് സോഡിയം ഡി ലൈൻസ് തരുന്നത്. ആ കറസ്പോണ്ടിങ് ലെവലിൻ്റെ L വാല്യൂ, ഓർബിറ്റൽ കോർഡിനേറ്റ് നമ്പർ വാല്യൂ, അതുപോലെ ടോട്ടൽ കോർഡിനേറ്റ് നമ്പർ വാല്യൂ, ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കോർഡിനേറ്റ് നമ്പർ വാല്യൂ, അവയെല്ലാം പടത്തി കാണിച്ചിട്ടുണ്ട്. ആ D1 D2 ലൈൻസ് ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ സോഡിയത്തിൻ്റെ കേസാണ്. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഇപ്പോൾ പടം ഓർക്കുക. പടത്തിൽ ആ ടോപ്പ് രണ്ട് ലെവൽ സ്പ്ലിറ്റ് ആണ്. അവിടെ L വാല്യൂ 1 1 ആണ്, J വാല്യൂ 3/2 1/2 ആണ്. സ്റ്റേറ്റുകൾ 2p 3/2, 2p 1/2. താഴെ S സ്റ്റേറ്റ് ആണ്, അത് 2s 1/2 സ്റ്റേറ്റ് ആണ്. അവിടെ L വാല്യൂ 0 ആണ്, J വാല്യൂ ഹാഫ് ആണ്. ഈ കാണുന്ന രണ്ട് ട്രാൻസിഷൻ, D1 ലൈൻ വേവ് ലെങ്ത് 58 to 96 ആണ്. D2 ലൈൻ വേവ് ലെങ്ത് 58 to 90 ആങ്സ്ട്രോമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സോഡിയത്തിൻ്റെ ഈ D1 D2 ലൈൻസ് ആ ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ സോഡിയം ലൈൻ രണ്ട് കമ്പോണൻ്റായിട്ട് കാണുന്നതിനെയാണ് നമ്മൾ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോഡിയം ലൈൻ ട്രാൻസിഷൻ രണ്ട് കമ്പോണൻ്റായിട്ട് കാണുന്നതിനെയാണ് ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 10 out of the dozen electrons in the normal sodium, 10 out of the 11 electrons, it is 11. അതായത് സോഡിയത്തിൽ 11 ഇലക്ട്രോൺ ഉണ്ടല്ലോ, 11A23 എന്നാണ് നോർമൽ സോഡിയത്തെ റെപ്രസെൻറ്റ് ചെയ്യുക. 10 out of the 11 electrons of normal sodium atom are distributed in closed shells. ആദ്യത്തെ 10 ഇലക്ട്രോൺസ് ക്ലോസ്ഡ് ഷെല്ലിലാണ്. 2-8 സോഡിയം ആറ്റത്തിലെ ആദ്യത്തെ 10 ഇലക്ട്രോൺ ക്ലോസ്ഡ് ഷെല്ലിലാണ്. ഒരു ഇലക്ട്രോൺ മാത്രമേ പുറത്തുള്ളൂ. അപ്പോൾ ഇതൊരു ഹൈഡ്രജൻ ലൈക്ക് അപ്പിയറൻസ് വരുന്നതിന് only 1 electron in the outermost orbit. These 10 electrons contribute nothing to the angular momentum of the atom. അപ്പോൾ ഈ 10 ഇലക്ട്രോൺസ് ആംഗുലാർ മൊമെൻറ്റത്തിന് വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും നടത്തുന്നില്ല. വി ഹാവ് ടു കൺസിഡർ ഓൺലി ദ സ്റ്റേറ്റ് ഓഫ് 11th optical electron in discussing the spectrum of ന്യൂട്രൽ സോഡിയം. അപ്പോൾ സോഡിയത്തിൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ 11ാമത്തെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണിനെ, വാലൻസ് ഇലക്ട്രോണിനെ മാത്രം പരിഗണിച്ചാൽ മതി. The D line belongs to the principal series. അത് നമ്മൾ ആൽക്കലി സ്പെക്ട്ര പഠിക്കുമ്പോൾ വരുന്ന കാര്യമാണ്. പ്രിൻസിപ്പൽ സീരീസ് ഒക്കെ, ഷാർപ്പ് സീരീസ് എന്നൊക്കെ പറയും. The D line belongs to the principal series. Lines of the principal series are due to transitions from a P state to the S state. ഇപ്പോൾ P സ്റ്റേറ്റിൽ നിന്ന് S സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ മൂലമാണ് പ്രിൻസിപ്പൽ സീരീസിലെ ലൈൻസ് ഉണ്ടാകുന്നത് ആൽക്കലി സ്പെക്ട്രയിൽ. The most prominent feature of sodium spectrum is the two yellow lines, namely D1 and D2 lines. But D1 D2 lines അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലൈൻസ്. The transitions of these two lines are represented in the diagram. അപ്പോൾ ഈ രണ്ട് ലൈനുകളുടെ ട്രാൻസിഷൻ പടത്തിൽ നമ്മൾ കാണിച്ചിരുന്നതാണ്. നമ്മൾ മുമ്പ് കണ്ട പടത്തിൽ D1 D2 ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ട്രാൻസിഷനും അതിൻ്റെ റെസ്പെക്റ്റീവ് വേവ് ലെങ്ത്തും ഞാനിവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കൂടി എഴുതിയാൽ ഇതിൻ്റെ നോട്ട് പൂർണ്ണമായി. ഫോർ D1 ലൈൻ lambda is 58 to 96 angstrom. The transition from 2p1/2 to 2s1/2. 2p1/2 to 2s1/2. പിന്നെ ഒരു 3 നമ്മൾ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. അത് n വാല്യൂ ആണ്. n വാല്യൂ ഈ പ്രിൻസിപ്പൽ കോർഡിനേറ്റ് നമ്പർ വാല്യൂ ആണ് 3 കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ടോപ്പിൽ എഴുതിയിരിക്കുന്നത് മൾട്ടിപ്ലിസിറ്റി. പിന്നെ ഹാഫ് അല്ലെങ്കിൽ ഹാഫ് താഴെ എഴുതിയിരിക്കുന്നത് പിയുടെ കൂടെ എസിൻ്റെ കൂടെ ഹാഫ് എഴുതിയിരിക്കുന്നത് ടോട്ടൽ ജെ വാല്യൂ ആണ്. ടോട്ടൽ ആംഗുലാർ മൊമെൻ്റ് കോർഡിനേറ്റ് നമ്പറാണ്. അപ്പോൾ തേർഡ് ഓർബിറ്റിലാണ് സംഭവിക്കുന്നത്. തേർഡ് ഓർബിറ്റിലാണ് ഈ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. D2 ലൈൻ ആണെങ്കിൽ ലാംഡ 90 ആങ്സ്ട്രോമാണ്. അത് 2p3/2 നിന്ന് 2p3/2 നിന്ന് 2s1/2 ആ ട്രാൻസിഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ 2 ലൈൻസ്. നൗ അപ്ലൈയിങ് ദി സെലക്ഷൻ റൂൾസ്, delta L is plus or minus 1 and delta J is plus or minus 1 or 0, excluding 0 to 0. Both the transitions are allowed. അപ്പോൾ സെലക്ഷൻ റൂൾ അപ്ലൈ ചെയ്താലും ഈ ട്രാൻസിഷൻ പോസിബിൾ ആണ്. This explains the doublet structure of sodium D line. ഇപ്പോൾ സോഡിയം D line ഡബിലറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിംഗ്ലറ്റ്, ഡബിലറ്റ്, ട്രിപ്ലറ്റ് പഠിച്ചിരുന്നു. ഇപ്പോൾ സോഡിയം ഡബിലറ്റ് ആണ്. അപ്പോൾ ഈ ഡബിലറ്റ് സ്ട്രക്ചർ സോഡിയത്തിൻ്റെ കാണിക്കുന്നത് ഈ മുകളിൽ കാണുന്ന ട്രാൻസ്ലേഷനിലൂടെയാണ്. അപ്പോൾ ഇത്ര എഴുതിയാൽ സോഡിയത്തിൻ്റെ ഫൈൻ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു നോട്ടായി. അപ്പോൾ സോഡിയം ലൈൻ സിംഗിൾ ലൈൻ അല്ല, അതൊരു ഡബിലറ്റ് സ്ട്രക്ചർ ലൈനാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? എക്സ്പ്ലൈൻ ഇത് ഫൈൻ സ്ട്രക്ചർ. ഫൈൻ ചേർക്കണം അവിടെ. ഫൈൻ സ്ട്രക്ചർ, ഫൈൻ എന്ന് ചേർക്കണം. ഫൈൻ സ്ട്രക്ചർ ഓഫ് സോഡിയം ഡി ലൈൻസ്. ഇനി നമുക്ക് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ എന്നൊരു കേസുണ്ട്. ഈ ലൈൻസ് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയാണ്. അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങളുണ്ട് ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ സ്പെക്ട്രൽ ലൈൻസ്. ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ സ്പെക്ട്രൽ ലൈൻസ് അത് ഈ ന്യൂക്ലിയസിൻ്റെ ഒരു സ്പിന്നുണ്ട്, ന്യൂക്ലിയർ സ്പിന്നുണ്ട്. ന്യൂക്ലിയർ സ്പിൻ ഈ ഹാഫൊക്കെ ഉള്ള ഈ ഹാഫ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിളൊക്കെ ഉള്ള ചില ആറ്റംസ് കാണിക്കുന്ന സ്പെക്ട്രമാണ് ഈ ന്യൂക്ലിയസിൻ്റെ ആക്ഷൻ. ഇലക്ട്രോൺ സ്പിന്നിന് ന്യൂക്ലിയർ സ്പിൻ അഫക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻസാണ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിരിക്കുകയാണ്. ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഒരു സ്പെക്ട്രം റെപ്രസെൻറ്റ് ചെയ്യുന്ന പടമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. സ്പെക്ട്രം, അതായത് ഒരു ആറ്റത്തിലെ ഇനിഷ്യൽ 2 സ്റ്റേറ്റ്, അവിടെ തന്നെ 2p സ്റ്റേറ്റ് J3/2 J1/2 ആയിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു 5 ലെവൽസ് F=2, F=1, F=1, F=0 അങ്ങനെ ഒരു 5 ലെവൽസ് ഉണ്ട്. പിന്നെ താഴെ ഇനിഷ്യൽ 1 സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ 2s. അപ്പോൾ J=1/2 F=5 സ്ട്രക്ചർ ലെവലാണ്. F=1 ഉണ്ട്, F=0 ഉണ്ട്. ഇപ്പോൾ ടോപ്പിൽ നിന്ന് ഈ താഴെ കാണുന്നതിലേക്ക് ട്രാൻസിഷൻ ഉണ്ടാകാം. അങ്ങനെ ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ കിട്ടും. ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ. സോ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിംഗ് ആണ് പടം. ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത് ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിംഗ്. ലെഫ്റ്റിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് J3/2 J1/2 നമ്മൾ സോഡിയത്തിൽ കണ്ടില്ലേ, അത് ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിംഗ് ആണ്. വീണ്ടും ഈ ന്യൂക്ലിയസിൻ്റെ ആക്ഷൻ മൂലം ഈ ലെവലിൽ പിന്നെ സ്പ്ലിറ്റ് ചെയ്യും ഫൈൻ ലെവലായിട്ട്. അപ്പോൾ അതിനാണ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഫൈൻ സ്ട്രക്ചർ പിന്നെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി അത് ഈ ന്യൂക്ലിയസിൻ്റെ സ്പിൻ ആക്ഷൻ ഇലക്ട്രോൺ സ്പിന്നിൽ വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ നമുക്ക് എന്താണെന്ന് വായിച്ച് നോക്കാം. ആ പടം ഒന്ന് വരച്ചോളാം. ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ HFS എന്ന് പറയും. FS ഫൈൻ സ്ട്രക്ചറാണ്, ഇത് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചറാണ്. ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഇൻ സ്പെക്ട്രോസ്കോപ്പി ദ സ്പ്ലിറ്റിംഗ് ഓഫ് എ സ്പെക്ട്രൽ ലൈൻ ഇൻ എ നമ്പർ ഓഫ് കമ്പോണൻസ്. അപ്പോൾ സ്പെക്ട്രൽ ലൈൻ നമ്പർ ഓഫ് കമ്പോണൻസ് വായിക്കുക. ദ സ്പ്ലിറ്റിംഗ് ഇസ് കോസ്ഡ് ബൈ ന്യൂക്ലിയർ എഫക്റ്റ്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ന്യൂക്ലിയർ എഫക്റ്റിൻ്റെ ഫലമായിട്ടാണ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. The splitting is caused by nuclear effects and cannot be observed in an ordinary spectroscope without the aid of an optical device called interferometer. Interferometer മാത്രം കാണാവുന്നതാണ്.
മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്റർ വെച്ചിട്ടാണ് ഇത് ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്തത്. ഈ ഫൈൻ സ്ട്രക്ചർ ലൈൻ സ്പ്ലിറ്റിംഗ് ഈസ് ദ റിസൾട്ട് ഓഫ്, നമ്മൾ കഴിഞ്ഞ തൊട്ട് മുകളിൽ പറഞ്ഞു, ഈ ഫൈൻ സ്ട്രക്ചർ ദ സ്പ്ലിറ്റിംഗ് ഈസ് ദ റിസൾട്ട് ഓഫ് energy changes produced by electron spin orbit coupling, that is interaction of forces from orbital and spin motion of electrons. But in hyperfine structure, the line splitting is attributed to the fact that in addition to the electron spin in an atom, the atomic nucleus itself spins about its own. അപ്പോൾ ഈ ഫൈൻ സ്ട്രക്ചറിൽ വ്യത്യസ്തമായിട്ട് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ വരുമ്പോൾ ന്യൂക്ലിയർ സ്പിന്നിൻ്റെ ഇമ്പാക്റ്റ് കൂടി കണക്കിലെടുക്കണം. ന്യൂക്ലിയർ സ്പിന്നും ഇലക്ട്രോൺ സ്പിന്നും കൂടി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ സ്പിന്നിൻ്റെ എഫക്റ്റ് നമ്മൾ പരിഗണിക്കാറില്ല. ന്യൂക്ലിയർ സ്പിന്നിൻ്റെ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ ഈ ഫൈൻ സ്ട്രക്ചർ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചറായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അത് എല്ലാ ആറ്റവും കാണിക്കില്ല, ചില ആറ്റം മാത്രമേ കാണിക്കുള്ളൂ. The spin quantum number is 0 for nuclei of even atomic number and even mass number. Even atomic number, even mass number ഉള്ള ആറ്റത്തിൽ സ്പിൻ ക്വാണ്ടം നമ്പർ 0 ആയിരിക്കും. And therefore no HFS is found in their spectral lines. അപ്പോൾ ഈ അറ്റോമിക് നമ്പറും അതുപോലെ തന്നെ മാസ് നമ്പറും 0 ആയിട്ടുള്ള ചില ആറ്റത്തിൽ അതിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ, ന്യൂക്ലിയർ സ്പിൻ ക്വാണ്ടം നമ്പർ 0 ആയിരിക്കും. അത്തരം ആറ്റംസ് ഈ HFS കാണിക്കത്തില്ല, ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ കാണിക്കത്തില്ല. ദ സ്പെക്ട്ര ഓഫ് അതർ ന്യൂക്ലിയർ ഡു എക്സിബിറ്റ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ. എന്നാൽ ഈ ന്യൂക്ലിയർ സ്പിൻ ഐ ആ പടത്തിലുണ്ട്, ടോപ്പിൽ ചെയ്തിട്ടുണ്ട്. I 1/2 3/2 ഒക്കെ ആണെങ്കിൽ ദ സ്പെക്ട്ര ഓഫ് അതർ ന്യൂക്ലിയർ ഡു എക്സിബിറ്റ്, അതായത് I is equal to 0 അല്ലാത്ത ന്യൂക്ലിയൈ, ദി സ്പെക്ട്ര ഓഫ് അതർ ന്യൂക്ലിയർ ഡു എക്സിബിറ്റ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ. ബൈ ഒബ്സർവിങ് HFS ഇറ്റ് ഈസ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ന്യൂക്ലിയർ സ്പിൻ. ഇപ്പോൾ HFS പഠിച്ചാൽ, ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ പഠിച്ചാൽ നമുക്ക് ന്യൂക്ലിയർ സ്പിൻ കണ്ടുപിടിക്കാവുന്നതാണ്. ഒരു സെൻറ്റൻസ് കൂടി അതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇത് a similar effect of line splitting is caused in by mass differences, isotopes of atoms in an element and is called isotopic structure. ഈ ഐസോട്ടോപ്പിക് എഫക്റ്റ് മൂലം ചിലപ്പോൾ ഈ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ഉണ്ടാകാം. ഐസോട്ടോപ്പിക് ഷിഫ്റ്റ് മൂലം ഈ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഉണ്ടാകാം. These spectral lines are sometimes referred to as hyperfine structure, but may be observed in an element with spin 0 isotopes, even atomic and mass numbers. അപ്പോൾ ഈവൻ അറ്റോമിക് നമ്പറും നമ്മൾ നേരത്തെ പറഞ്ഞത് മാസ് നമ്പർ ഈവൻ, അറ്റോമിക് നമ്പർ ഈവൻ ഉള്ള ആറ്റംസ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ കാണിക്കില്ല എന്നാണ് പറഞ്ഞത്. അവയ്ക്ക് I0 ആയിരിക്കും. അപ്പോൾ I0 ആയിട്ടുള്ള ചില ആറ്റമുകളും ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ കാണിക്കാം, അവിടെ ഐസോട്ടോപ്പിക് എഫക്റ്റ് ഉണ്ടെങ്കിൽ, ഐസോട്ടോപ്പിക് എഫക്റ്റ് വരികയാണെങ്കിൽ. അപ്പോൾ ഐസോട്ടോപ്പിക് എഫക്റ്റ് ഒരു പ്രത്യേക ക്വസ്റ്റ്യനാണ്. ഐസോട്ടോപ്പിക് സ്ട്രക്ചർ ഓർ ഐസോട്ടോപ്പ് സ്ട്രക്ചർ ഈ സെൽഡം ഒബ്സർവ്ഡ് വിത്തൗട്ട് ട്രൂ HFS accompanying it. Isotope structure is seldom observed without a true HFS accompanying it. ഈ HFS കാണാത്ത സ്ഥലത്ത് ഐസോട്ടോപ്പ് എഫക്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. ഇനി നമ്മൾ ഒരു പുതിയ കേസ് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ സോഡിയം വെച്ചിട്ട് ഫൈൻ സ്ട്രക്ചർ പറഞ്ഞു, തുടർന്ന് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ പറഞ്ഞു. ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ കാണിക്കുന്നത് ന്യൂക്ലിയർ സ്പിന്നിൻ്റെയും ഐസോട്ടോപ്പിക് എഫക്റ്റിൻ്റെയും ഫലമായിട്ടാണ്. ഇനി ആൽക്കലി സ്പെക്ട്ര എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്ക് പറയുകയാണ്. ആൽക്കലി സ്പെക്ട്ര സംഭവിക്കുന്നത് P2S, അതുപോലെ തന്നെ S2P, D2P, F2D. ഇതൊന്നും ഓർത്തിരിക്കാനുള്ള പടമാണ്, നമ്മുടെ മെമ്മറിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് വരയ്ക്കാം. 4 സീരീസാണുള്ളത് ആൽക്കലി സ്പെക്ട്രയിൽ.
ഇപ്പോൾ ഷാർപ്പ് സീരീസ്, പ്രിൻസിപ്പൽ സീരീസ് എന്നൊക്കെ പറയും. 1, 2, 3, 4 നമ്പർ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ മെമ്മറിക്ക് വേണ്ടി വരച്ചിരിക്കുന്നപ്പോഴാണ് പരീക്ഷയ്ക്ക് വരയ്ക്കാം. എന്താണ് ആൽക്കലി സ്പെക്ട്ര? ഇപ്പോൾ സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള ആൽക്കലി എലമെൻറ്റ്സ്, ആൽക്കലി ആറ്റംസ് എക്സിബിറ്റ് ചെയ്യുന്ന സ്പെക്ട്രത്തെ വിളിക്കുന്ന പേരാണ് ആൽക്കലി സ്പെക്ട്ര. വാട്ട് ഈസ് ആൽക്കലി സ്പെക്ട്രം? Alkali spectrum is another example for 1 electron spectrum. അപ്പോൾ ഈ ആൽക്കലി ആറ്റംസിലെല്ലാം 1 ഇലക്ട്രോൺ ആണ് ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ ഉള്ളത്. ഇപ്പോൾ സോഡിയം സ്പെക്ട്രം പോലെ ഇരിക്കും. അപ്പോൾ സോഡിയം സ്പെക്ട്രം ആൽക്കലി സ്പെക്ട്രമാണ്. അപ്പോൾ 1 ഇലക്ട്രോൺ സ്പെക്ട്രത്തിൻ്റെ എക്സാമ്പിളാണ് ആൽക്കലി എലമെൻറ്റ് സ്പെക്ട്രം, ആൽക്കലി ആറ്റം സ്പെക്ട്രം. ആൽക്കലി സ്പെക്ട്ര ആർ ഗ്രൂപ്പ്ഡ് ഇൻറ്റു സെവറൽ സീരീസ്. പ്രധാനമായിട്ടും 4 സീരീസ് ആയിട്ടാണ് ഇത് ഭാഗിക്കുന്നത്. നമ്പർ 1 പി സീരീസ്, പ്രിൻസിപ്പൽ സീരീസ് എന്ന് പറയും. പ്രിൻസിപ്പൽ സീരീസ്. അപ്പോൾ പ്രിൻസിപ്പൽ സീരീസ് ആണ് നമ്മൾ മുകളിലത്തെ പടത്തിൽ പി എന്നിട്ട് കാണിച്ചിരിക്കുന്നത്. നോക്കി, ആ പിയിൽ നിന്ന് എസിലേക്കുള്ള ട്രാൻസിഷൻ, പിയിൽ നിന്ന് എസിലേക്കുള്ള ട്രാൻസിഷനാണ് പ്രിൻസിപ്പൽ സീരീസ്. പി സീരീസ് പ്രിൻസിപ്പൽസ്. അപ്പോൾ പി എന്നുള്ളതിൻ്റെ ഫുൾ ഫോം പ്രിൻസിപ്പൽ എന്നാണ്. പ്രിൻസിപ്പൽ സീരീസ്. This series arises from the transition between the P levels into the lowest S level. Lowest S level. The P is the transition. The lowest S level is the lowest possible value for the energy and represents the ground state of the atom. അടുത്തത് ഇപ്പോൾ പി സീരീസ് ആണ് നമ്മൾ പറഞ്ഞത്. അടുത്ത കേസ് അത് എസ് സീരീസ്. എസ് സീരീസ് നമ്മൾ ഷാർപ്പ് സീരീസ് എന്ന് പറയും. ഷാർപ്പ് സീരീസ് എന്ന് പറയും. ദിസ് ടൈപ്പ് ഓഫ് series comes from transition between S level, between a S level, exclude the lowest, S0 വരാൻ പാടില്ല, S level to the lowest P levels. ആ പടത്തിൽ 2 എന്ന് മാർക്കിരിക്കുന്നത്, 2 എന്ന് പറയുന്നത് എസിൽ നിന്ന് പിയിലേക്ക്. എസ് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ട്രാൻസിഷൻ ഇല്ല. എസിൽ നിന്ന് പിയിലേക്കുള്ള ട്രാൻസിഷനാണ് നമ്മൾ ഷാർപ്പ് സീരീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സീരീസ് ഡി സീരീസ്, ഡിഫ്യൂസ് സീരീസ് എന്ന് പറയും. ഡിഫ്യൂസ് സീരീസ്. ദീസ് അറൈസസ് ഫ്രം ദി ട്രാൻസിഷൻ ബിറ്റ്വീൻ ഇത് വേരിയസ് ഡി ലെവൽസ് ടു ദ ലോവസ്റ്റ് പി ലെവൽസ്. ഡിയിൽ നിന്ന് പിയിലേക്കാണ്, ലോവസ്റ്റ് പിയിലേക്കുള്ള ട്രാൻസിഷനെയാണ് നമ്മൾ വിളിക്കുന്ന പേര് ഡിഫ്യൂസ് ലെവൽ എന്ന് പറയും, ഡിഫ്യൂസ് സീരീസ് എന്ന് പറയും. അടുത്ത എഫ് സീരീസ്, ഫണ്ടമെൻ്റൽ സീരീസ് എന്ന് പറയും. അല്ലെങ്കിൽ അതിനെ ബെർഗ്മാൻ സീരീസ് എന്ന് പറയും. ബെർഗ്മാൻ സീരീസ്. This series arises from the transition of various F levels to the lowest D level. എഫിൽ നിന്ന് ഡിയിലേക്കുള്ള ട്രാൻസിഷൻ. അതും പടത്തിൽ വരച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ആൽക്കലി സ്പെക്ട്ര. ആൽക്കലി സ്പെക്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഡബിൾ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡബിളറ്റ് സ്ട്രക്ചർ. ആൽക്കലി സ്പെക്ട്ര എല്ലാം 1 ഇലക്ട്രോൺ സ്പെക്ട്ര ആണ്. അപ്പോൾ അത് ഡബിളറ്റിലാണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഡബിളറ്റ് സ്ട്രക്ചറാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദി ആൽക്കലി സ്പെക്ട്ര ഈസ് ദി ഡബിൾ സ്ട്രക്ചർ. ഈച്ച് മെമ്പർ ഓഫ് ദി പ്രിൻസിപ്പൽ, ഷാർപ്പ് ആൻഡ് ഡിഫ്യൂസ് സീരീസ് ഇസ് ഡബിൾ. ദ ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡബിളറ്റ് ആൽക്കലി സ്പെക്ട്ര. അപ്പോൾ ഡബിളറ്റ് ആൽക്കലി സ്പെക്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികൾ ഇനി പറയുന്നവയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. You see the properties of doublet alkali spectra. Number 1, in the principal series, the difference of the wave number is delta nu bar. Difference ആണ്. അപ്പോൾ ന്യൂ ബാർ ആണ് വേവ് നമ്പർ. ന്യൂ പി ബാർ എന്ന് പറഞ്ഞാൽ പി സീരീസിൽ ഡെൽറ്റ ഡിഫറൻസ്. The difference of the wave number delta nu p bar of the component of a doublet decreases as we
pass towards high frequency side. ഹൈ ഫ്രീക്വൻസി സൈഡിലേക്ക് പോകുന്നതോറും ഈ ഡിഫറൻസിന് ഫ്രീക്വൻസി വേവ് നമ്പർ ഡിക്രീസ് ചെയ്യും. ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തത് ഇത് വേവ് നമ്പർ അറിയാലോ. വേവ് നമ്പർ നമ്മൾ സെൻറ്റിമീറ്റർ റേസ്റ്റ് മൈനസ് 1 ആക്കുന്നത്. സെൻറ്റിമീറ്റർ റേസ്റ്റ് മൈനസ് 1. ദ വേവ് നമ്പർ ഡിഫറൻസ് ഓഫ് ഷാർപ്പ് സീരീസ് ഡെൽറ്റ ന്യൂസ് ബാർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഡെൽറ്റ ന്യൂസ് ബാർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്പർ 3, in diffuse series also the wave number difference delta nu t bar remains constant. അതിന് മാറ്റമില്ല. അടുത്ത കേസ് the wave number difference between doublet of sharp series and doublet of diffuse series are equal. ഷാർപ്പ് സീരീസിൻ്റെയും ഡിഫ്യൂസ് സീരീസിൻ്റെയും വേവ് നമ്പർ ഡിഫറൻസ് തുല്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്ലെയിൻ ആൽക്കലി സ്പെക്ട്ര, ഗിവ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ആൽക്കലി സ്പെക്ട്ര എന്താണെന്ന് പറയുക, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് പറയുക. എക്സ്പ്ലെയിൻ ആൽക്കലി സ്പെക്ട്ര, ഗിവ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. That is all with your 15th lecture on atomic and molecular physics. We continue with another portion in the next class. Thank you very much.